പാർക്കിംഗ് എന്ന തമിഴ് സിനിമയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഷെയ്ഡുള്ള സിനിമ തന്നെയാണ് ലബ്ബർ പന്ത്. പാർക്കിംഗ് എന്ന തമിഴ് സിനിമയിൽ കാർ പാർക്ക് ചെയ്യാനുള്ള ഈഗോ ക്ലാഷ് ആണെങ്കിൽ ലബ്ബർ പന്തിൽ ക്രിക്കറ്റിലെ ഈഗോ ക്ലാഷും റൈവലറിയാണ് കാണിക്കുന്നത്. പാർക്കിംഗ് എന്ന തമിഴ് സിനിമയുടെ ആ ലെവലൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഇറ്റ്സ് എ വെരി വെരി ഗുഡ് മൂവി. റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ തമിഴരസൻ പച്ചമുത്ത്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് ആൻഡ് ത്രില്ലിംഗ് സിനിമ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിക്ക് തന്നെയാണ്, ആ ഒരു ലോകത്തോടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണേന്. ക്രിക്കറ്റ് മാച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി അടിപൊളിയാണ്, എക്സലന്റ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി ഗെയിം നമ്മൾ നേരിട്ട് കണ്ട് എൻജോയ് ചെയ്യുന്ന ഫീലാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഉഷാറും ആ എക്സൈറ്റ്മെന്റ് എല്ലാം നമ്മുടെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ഡയലോഗും അടിപൊളിയായിരുന്നു. ഷോൺ റോളിന്റെ മ്യൂസിക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് മൂവീസിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഷോണിന്റെ മ്യൂസിക്. DOP എടുത്ത് പറയുകയാണ്, ഈച്ച് ആൻഡ് എവറി കളികളിലെ ആ വിഷ്വൽസ് ഭയങ്കര നന്നായിരുന്നു, എഡിറ്റിംഗ് നന്നായിരുന്നു. പിന്നെ പെർഫോമൻസസ്, ഹാരിഷ് കല്യാൺ ആസ് യൂഷ്വൽ പാർക്കിംഗ് എന്ന സിനിമയിൽ ഈശ്വർ എന്ന ക്യാരക്ടർ ചെയ്ത പോലെ ഇതിനകത്ത് അൻപ് എന്ന ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അട്ടക്കാവ് ദിനേശ് കിടിലായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ. പാർക്കിംഗ് എന്ന സിനിമയിൽ ഹാരിഷ് വേഴ്സസ് M ഭാസ്കർ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഹാരിഷ് വേഴ്സസ് അട്ടക്കാവ് ദിനേശാണ്. ആ ഒരു ഫേസ് ഓഫ് അടിപൊളിയായിരുന്നു, അതിന് ഇമോഷൻസ് അവർ നന്നായിട്ട് തന്നെ കൺവേ ചെയ്തിട്ടുണ്ടായി. സ്വാസിക അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും കാലം മലയാളം ഇൻഡസ്ട്രിയിൽ ഇരുന്നിട്ട് ഒരു നോട്ടബിൾ റോൾ പോലെ ആരും കൊടുത്തിട്ടില്ല. അവസാനം തമിഴ് സിനിമ കൊടുക്കേണ്ടി വന്നു ഒരു നല്ലൊരു റോളും. അതിൻ്റെ അത് വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ സ്വാസിക അഭിനയിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. കാലി വെങ്കട്ട്, സഞ്ജന, ബാല ഇവരൊക്കെ റെസ്പെക്ട് റോൾസ് നല്ല മെമ്മറബിൾ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓവറോൾ ഒരു വളരെ നല്ല ഒരു സ്പോർട്സ് ഡ്രാമ തന്നെയാണ് ലബ്ബർ പന്ത്.